കുളത്തൂപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തമ്പി, ഈ പുതിയ കാലത്തും ഇത്തരം പോലീസുകാരൊക്കെ അപൂർവമായി ചിലപ്പോൾ ഉണ്ടാവാം, അതൊക്കെ മനസ്സിലാവാം. പക്ഷേ അങ്ങനെയുള്ളവർക്ക് സംരക്ഷണം ഒരുക്കി നിർത്താൻ കഴിയുന്നുണ്ട്. ഇന്നലെ ചാനലുകളിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിൽ അയാൾ ഇന്നും അവിടെ അരൂരിൽ SHO ആയി, അവിടുത്തെ CI ആയി തുടർന്നേനെ. എന്ത് നാണക്കേടാണിത്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം. എന്റെ പേര് അമ്പി എന്നാണ്. അമ്പി എന്നാണല്ലേ? ക്ഷമിക്കണം, ഞാൻ തമ്പി എന്നാണ് കേട്ടത്. അമ്പി. പിന്നെ ഞാൻ ഈ കാര്യം എന്റെ വീട്ടിന്റെ അടുത്ത് എന്റെ കൂടെ പഠിച്ച ഒരാള് ആറ്റിങ്ങൽ RTOയിൽ കൈക്കൂലി കേസിൽ പിടിച്ച് അവന് അന്ന് തൊട്ട് സസ്പെൻഷൻ ആയിട്ട് പെൻഷൻ ആവാറായപ്പോ 49 ലക്ഷം രൂപയും കൊടുത്തവന് പെൻഷൻ സമയത്ത് പറഞ്ഞു വിട്ട സമയം വരെയുള്ള ശമ്പളം കൊടുത്തു. കേട്ടോ സാറേ? കേൾക്കാൻ, പറഞ്ഞോളൂ. ഇങ്ങനെ കൊടുത്തു. ഈ പറയുന്ന ഈ ഇത് കണ്ട എന്റെ കാലിന്ന് ഇറക്കി കയറിയ തന്റേടുള്ളവർ അവന് ജോലിയിൽ നിന്ന് പോകുമ്പോഴല്ല, ഇപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി അടിക്കണം. അതിന് കാണാൻ ചെയ്യാനുള്ളത് അവന്റെ ശിക്ഷ അവന് കൊടുക്കണം. എന്നെ കടക്കില് ഇരുന്ന് ഒരു SI ഇതുപോലെ പിടിച്ച് അയാൾ പെൻഷനായപ്പം ബസ്സിൽ കയറി വന്നപ്പം ഞാനൊരു സ്ഥലത്ത് ഇറങ്ങിയപ്പോ ചോദിച്ചു, എടാ ശിവദാസ, എന്നാണ് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഈ തൊപ്പി ഇല്ലല്ലോ, സാധാ മനുഷ്യനായി കേട്ടോണ്ട് പോയതേ ഉള്ളൂ. ഇതുപോലത്തെ ഇവനെയൊക്കെ അടിക്കുക അല്ലാത്ത വേറെ ഒരു വഴിയില്ല. അത് മറ്റുള്ളവർ അങ്ങനെ ചെയ്യണം, അല്ലാതെ പെൻഷനാണ്. പിന്നെ അതുവരെ ഇതിന് കൊടുക്കരുത്, ഒരു പൈസയും കിട്ടരുത്. ഇവര് കേസ് കൊടുക്കാൻ പോകുന്നെങ്കിൽ കോടതിയിൽ പറയണം, ഇയാൾക്ക് ശമ്പളം യാതൊന്നും കിട്ടരുത് ഒരിക്കലും. ഇതിനോട് അങ്ങ് അപ്പോഴേ സസ്പെൻഡ് ചെയ്ത് കളയണം, ഒരു പൈസയും കൊടുക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, ശ്രീ അമ്പിയുടെ വാക്കുകൾ വൈകാര്യമാണ്. അങ്ങനെ ഒരാളെ തിരിച്ച് മർദ്ദിച്ചല്ല കൈകാര്യം ചെയ്യേണ്ടത് പുതിയ നിയമവ്യവസ്ഥയിൽ. പക്ഷേ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ കൊടും അനീതി കാണുമ്പോൾ ഏത് മനുഷ്യരും അങ്ങനെയൊക്കെ തോന്നും. അതേ ചോദ്യം തന്നെയാണ് ആ റിനേഷ് എന്ന ചെറുപ്പക്കാരനും ചോദിച്ചത്. വെറുതെ നിന്നൊരു ചെറുപ്പക്കാരനെ പോലീസുകാർ പിടിച്ച് വീണ്ടും വീണ്ടും മർദ്ദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഈ പോലീസുകാരനെ മുഖത്ത് നോക്കി നിങ്ങളാണ് ക്രിമിനലുകളെ ഉണ്ടാക്കുന്നതെന്ന്. സ്വാഭാവികമായും ആളുകൾക്ക് ആ തരത്തിലേക്ക് ഒക്കെ ചിന്ത പോവും. അതിന് നമുക്കൊരിക്കലും കുറ്റം പറയാനും കഴിയില്ല. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഇത്തരം പോലീസുകാർ ക്രിമിനലുകൾ ഉണ്ട്, ആ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ആളുമുണ്ട്. ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതുകൊണ്ടും ഇതിൻ്റെ CCTV അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും ഇത് പുറത്തായി. ഇപ്പോൾ അയാൾക്ക് സസ്പെൻഷനെങ്കിലും വന്നു. അതല്ല, CCTV ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് അടികൊട്ടെങ്കിൽ, ഇപ്പോൾ റിനേഷ് അടികൊണ്ടത് പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് അയാൾക്ക് CCTV ഇല്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാനും കഴിയാത്ത അവസ്ഥ. ഇത്ര മോശപ്പെട്ട ആളുകളെയൊക്കെ പോലീസിൽ ആരാണ് സംരക്ഷിക്കുന്നത്? ഇതെന്തൊരു ക്രൂരതയാണ് കിരൺ. നമ്മുടെ ഇന്നത്തെ എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇതാണ്. ഇത് ഇന്നോ ഇന്നലെയോ നടന്നതല്ല, നമുക്കറിയാലോ. കഴിഞ്ഞ കൊല്ലം ജൂണിൽ നടന്ന ഒരു ക്രൂരകൃത്യമായത്. 1.5 കൊല്ലമായി ഈ ഒരു ക്രൂരത ചെയ്തിട്ട്. അതായത് ഒരു യുവതി, ഗർഭിണിയായ ഒരു യുവതി 2 കൈക്കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ വരിക. എന്തിനു വേണ്ടി? തന്റെ ഭർത്താവിനെ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നറിഞ്ഞു. ഇത് അന്വേഷിക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീ കാണുന്നത് തന്റെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ്. അപ്പോൾ അവർ വാവിട്ട് നിലവിളിച്ചു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന നിലയിൽ. അതിന് ഇങ്ങനെയാണോ, ഈ രീതിയിലാണോ പോലീസ് ഈ പോലീസുകാരൻ മിന്നൽ ചന്ദ്രന പ്രതാപ് ചന്ദ്രൻ ഇങ്ങനെ സർവ്വ ഗുണ്ടകൾക്കും ഇങ്ങനെയൊക്കെ ചില പേരുകളൊക്കെ അവർ സ്വയം ഉണ്ടാക്കും. അവരുടെ ചില ഫാൻസ് അസോസിയേഷനെ കൊണ്ട് അത്തരം പേരുകളൊക്കെ അവർ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അത് ഈ ഗുണ്ടകളുടെ ഒരു പൊതു രീതി അങ്ങനെയാണ്. അത് കാക്കിയിട്ട ഗുണ്ടയാലും അല്ലാത്ത ഗുണ്ടയാലും ഒക്കെ അവരവരുടെ ചില ഈ വട്ടപ്പേരൊക്കെ ഉണ്ടാക്കും. ഈ ക്രൂരനെ ആ രീതിയിൽ ആണ്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ കക്ഷി ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സഹപ്രവർത്തകരൊക്കെ അവിടെയുണ്ട്, അവരെ കൂടി നിൽക്കുന്നുണ്ട്. ഇത്രയും ഇങ്ങനെയും ക്രൂരം ചെയ്ത് അയാളെ പിടിച്ചു മാറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ പ്രതാപചന്ദ്രൻ മാത്രമല്ല, അതിലെ കണ്ടു നിന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിലെ പ്രതികളാണ്. ഈ 1.5 കൊല്ലം അവര് നിയമത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയാൻ തയ്യാറായില്ല. ഇതിപ്പോ ഈ ദൃശ്യം പുറത്തുനിന്ന് അതും അവരെ ജീവിതമായ കേസ് മുന്നോട്ട് നീങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ ലോകം കാണുന്നത്. അപ്പൊ ഇത്രയും ഇയാൾ മാത്രമല്ല, ഈ ക്രൂരത മാത്രമല്ല, ആ ക്രൂരത കണ്ടു നിന്ന മുഴുവൻ ആളുകളും തെറ്റുകാരാണ്. നിയമത്തിന് മുന്നിൽ മുഴുവൻ ആളുകളുടെ ഇയാളെ സസ്പെൻഷൻ അല്ല ചെയ്യേണ്ടത്. ഇയാളെ പേരിൽ കേസെടുക്കണം, ഇയാളെ സഹായിച്ചവരുടെ പേരിൽ കേസെടുക്കണം, കോടതി കയറ്റണം.
ഇങ്ങനെ ഒരു കൃത്യം ഈ മേലില് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നിരപരാധിയായ ഒരു സ്ത്രീയെ വെറുതെ സഹായപ്പെടുത്താൻ ശ്രമിക്കുക. അതെ, അവര് ഗർഭിണി കൂടിയാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു യുവതിയാണത്. യുവതിയുടെ മാറിലേക്ക് തട്ടാൻ നമ്മൾ കാണുന്നില്ലേ? ഒരു യുവതിയെ പുരുഷൻ മാറിലേക്ക് തട്ടുന്ന ഒരു പ്രവണത എങ്ങനെയാണ് അതിലൊക്കെ ന്യായീകരിക്കാൻ കഴിയുക? ആർക്കാണ് ന്യായീകരിക്കാൻ കഴിയുക? ഏത് കോടതിയിൽ പോയാണ് ഇത് പറയുക? ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. തന്നെ ഇയാൾ എന്തോ മാനസിക വൈകല്യമുള്ള വൈകൃതമുള്ള ഒരു കക്ഷിയാണെന്ന് നമുക്കൊക്കെ ഇത് മനസ്സിലാവുന്നത്. ഇയാൾ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ ആഭാസരാക്കുന്ന രൂപത്തിൽ ഇയാൾ എന്തിനാണ് ഡിപ്പാർട്ട്മെന്റിൽ താങ്കൾ പറഞ്ഞതുപോലെ